ഇന്ന് നമുക്കൊരു സംഭാവന രസീത് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അതിന് എനിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ അതിന് സൈസ് കൊടുക്കുകയാണ്. പുതിയൊരു പേജ്, സെൻറ്റിമീറ്ററിലെ 28 സെൻറ്റിമീറ്റർ വിഡ്ത്തും 10.5 സെൻറ്റിമീറ്റർ ഹൈറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ 300 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് രസീത് ചെയ്യാൻ ആവശ്യമായ, നമ്മളിപ്പോൾ ആവശ്യത്തിന് ഒരു സൈസ് എടുത്തിട്ടുണ്ട്. വിൻഡോസിലെ F8 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോ എന്നൊരു ടാബ് കിട്ടും. അതിൽ നമുക്ക് വേണ്ട സൈസ് ഒന്ന് കൊടുക്കാം. നമ്മൾ മാർക്കിംഗ് ടൂൾ ഉപയോഗിച്ച്, സ്ക്വയർ റെക്റ്റാങ്കിൾ മാർക്കിംഗ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ച്, നമുക്കൊരു കൗണ്ടർ ഫോയിൽ ടൈപ്പ് രസീത് ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു കൗണ്ടർ ഫോയിൽ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം ആദ്യം. അപ്പോൾ ഞാനൊരു 8.5 സെൻറ്റിമീറ്റർ കണക്കാക്കി ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. അതായത് നമ്മൾ ഗൈഡ് കൊടുക്കുകയാണ് 8.5 സെൻറ്റിമീറ്റർ. ഓക്കെ, F8 ആണ് നമ്മുടെ ഇൻഫോയുടെ ഷോർട്ട് കട്ട് വരുന്നത്. F8 കൊടുക്കുമ്പോഴത്തേക്ക് അത് ക്ലോസ് ആയിക്കോളും. അതിനുശേഷം ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ആദ്യം ഒന്ന് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ ഷേപ്പ് ടൂളിൽ നിന്നും റെക്റ്റാങ്കിൾ ടൂള് ഞാൻ എടുക്കുകയാണ്. അതെടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സ്ക്വയർ വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സ്ക്വയർ ഇതുവരെ ഇത്രയും ഒരു സ്ക്വയറായിട്ട് ഞാൻ വരച്ചു കൊടുത്തു. അതിനുശേഷം ഈ ഒരു മൂലയിലുള്ള ഈ ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് അകത്തേക്ക് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ മൂലകൾ മാത്രം ഒന്ന് കർവ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തു. അത് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് എൻ്റർ കൊടുക്കും. കൺട്രോൾ എൻ്റർ കൊടുക്കുമ്പോഴത്തേക്ക് അതിനൊരു സെലക്ഷൻ കിട്ടുന്നതാണ്. അതിനുശേഷം വിൻഡോസിൽ നിന്ന് F7 ലെയർ എടുക്കാം. ഷോർട്ട് കട്ട് F7 അടിച്ചാൽ ലെയർ കിട്ടുന്നതാണ്. ഇപ്പോൾ അത് റെക്റ്റാങ്കിൾ ഷേപ്പായിട്ടാണ് കിടക്കുന്നത്. ഞാൻ അതിന് പുതിയൊരു ലെയർ കൊടുത്തു. പുതിയ ലെയർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഫോർഗ്രൗണ്ട് കളറായിട്ട് ബ്ലാക്ക് കിടക്കുന്നുണ്ട്. അത് ഞാൻ തൽക്കാലം ഒരു ലൈറ്റ് ഗ്രേ കളർ കൊടുക്കുകയാണ്. അതിന് Alt+Delete കൊടുക്കും. ഇപ്പോൾ അതിന് ആ കളർ, നമ്മൾ കൊടുത്ത കളർ കിട്ടിയിട്ടുണ്ട്. കൺട്രോൾ D കൊടുത്ത് സെലക്ഷൻ കളയാം, അല്ലെങ്കിൽ സെലക്റ്റിൽ ഡീസെലക്ട് കൊടുത്തും സെലക്ഷൻ കളയാം. ഓക്കെ, മൂവ് ടൂൾ ഉപയോഗിച്ച് ഞാൻ ആ ഷേപ്പ് റെക്റ്റാങ്കിൾ ഞാൻ കളഞ്ഞു. ഞാനിപ്പോൾ കളർ കൊടുത്ത ലെയറാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതുകൊണ്ട് ഞാനതങ്ങ് കളഞ്ഞതിന് ശേഷം സംഭാവന രസീത് ഇപ്പോൾ ഇത് കുറച്ചൊന്ന് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഷേപ്പ് കൊടുത്ത് ഈ ഒരു സാധനം എനിക്ക് കുറച്ചുകൂടി മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിൽ ചെയ്യുന്നത് കൺട്രോൾ J കൊടുത്ത് അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി കിട്ടി. കണ്ടില്ലേ, ഇവിടെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട്. ഇനി കീബോർഡിൽ മുകളിലേക്കുള്ള ആരോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ മുകളിലേക്ക് വരും. ഓക്കെ, ഇനി ഈ 2 ലെയറും കൂടി ചേർത്ത് കൺട്രോൾ E അടിച്ച് മെർജ് ചെയ്യാം, അല്ലെങ്കിൽ മെർജ് കൊടുക്കാം. അപ്പോൾ ഞാനത് മെർജ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ മാറ്റ് ഈ ലെയറിൻ്റെ അടിയിലാണ്, കണ്ടില്ലേ. അപ്പോൾ ഈ ലെയറിനെ വലിച്ച് ഏറ്റവും താഴേക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈപ്പ് ചെയ്യേണ്ട ടൂളിനെ ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ആദ്യം നമ്പർ, തീയതി എന്നുള്ളത് ഞാൻ കട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവയ്ക്കാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ലൈൻ കണ്ടില്ലേ, കിളിമാനൂർ എന്നുള്ളതിൻ്റെ ഈ ഒരു ലൈനിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് കണക്കാക്കി ഇവിടെ ഒന്ന് നമ്പർ എന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് അലൈൻമെൻറ്റാണ് കിടക്കുന്നത്. അതിനുശേഷം ഇവിടെ നമ്പർ ഇപ്പോൾ നമുക്ക് സീരിയൽ നമ്പർ കൊടുക്കണം. അപ്പോൾ അതിന് എന്തായാലും സ്പേസ് വേണം. അപ്പോൾ തീയതി നമ്മളിങ്ങനെ കീബോർഡിൽ സ്പേസ് ബാർ പ്രസ് ചെയ്തുകൊണ്ട് വലതേക്ക് നീക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ തീയതി ടൈപ്പ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഡോട്ട് പ്രസ് ചെയ്തുകൊണ്ട് തീയതി എഴുതാനുള്ള ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെലക്ഷൻ കഴിഞ്ഞു. ഇനി
പ്രസിഡന്റ് സെക്രട്ടറി നമുക്ക് ഏറ്റവും താഴെ വലയ സൈഡായിട്ടാണ് വേണ്ടത്. അപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം അതിൻ്റെ നമുക്കൊന്ന് സൈസ് ഒന്ന് ചെറുതായി കൊടുക്കാം. 12-11 കറക്റ്റ് ആയിരിക്കും. അപ്പോൾ സെലക്ഷൻ ചെയ്തതിനു ശേഷം അടുത്തൊരു ബാർ കൂടി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നോട്ടുകൾ ഉപയോഗിച്ച് അതിനെ നീക്കി ഇങ്ങനെ അറ്റത്തായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് ഈ തീയതിയുടെ ലൈൻ തീരുന്ന ആ ഒരു അലൈൻമെൻറ്റ് കണക്കാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ശ്രീമതി എന്നുള്ള സാധനത്തിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് സൈസ് ഒന്ന് ചെറുതാക്കി ഈ നമ്പർ എന്ന് എഴുതിയേക്കുന്നതിൻ്റെ ആ അലൈൻമെൻറ്റ് കണക്കാക്കി കൊണ്ടുവച്ചതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ നിന്ന് എഴുതാനായിട്ട് കുറേ ലൈൻ ഇട്ട് കൊടുക്കണം. അതായത് 2-3 ലൈൻ വരും. അപ്പോൾ അതിനുവേണ്ടി കീബോർഡിൽ ഡോട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഡോട്ടായിട്ട് കിട്ടും. ഓക്കെ, അത് കിട്ടി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്യണം. എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ പക്കൽ നിന്നും എന്നതിന് മുമ്പ് നമുക്ക് കീബോർഡിൽ ഡോട്ട് പ്രസ് ചെയ്തുകൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും ഭാഗം ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു, Ctrl+C അടിച്ച് അതിനെ കോപ്പി ചെയ്തു. എന്നിട്ട് കഴ്സർ പക്കൽ നിന്ന് എന്നതിൻ്റെ ആദ്യം കൊണ്ടുവച്ചതിന് ശേഷം Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്തു. കണ്ടില്ലേ? അപ്പോൾ കുറച്ചുകൂടി ഇവിടെ നീണ്ടു വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം, ഇവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. ഒരു പോയിൻ്റ് വരണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു ഡോട്ടും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ താഴെയും അതുപോലെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. അതിനെ Ctrl+C കൊടുത്ത് കോപ്പി കൊടുത്തു. രൂപ എന്നതിന് മുമ്പിലായിട്ട് കഴ്സർ കൊണ്ടുവച്ചു പേസ്റ്റ് കൊടുത്തു. അപ്പോൾ അത്രയും നമുക്ക് വേണ്ട. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കുറച്ചൊക്കെ സെലക്ട് ചെയ്തു ഡിലീറ്റ് കൊടുക്കുന്നു. കണ്ടോ? ഇപ്പോൾ ഒരു അലൈൻമെൻറ്റ് കണക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ 2-3 വരികൾക്ക് ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണം. അതായത് എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ എഴുതി കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ ഗ്യാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ എഴുതാനുള്ള ആ ഒരു സ്പേസ് കിട്ടും. ഓക്കെ, പിന്നെ മതിയാവും. അതിനുശേഷം എൻ്റർ അടിച്ച് സെലക്ഷൻ കഴിഞ്ഞു. ഏകദേശം ഒരു അലൈൻമെൻ്റ് ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ട്. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും സാധനങ്ങൾ നമുക്കിപ്പോൾ സെലക്ഷൻ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു റെക്റ്റാങ്കിൾ സ്ക്വയറിനെ സെൻറ്റർ അലൈൻമെൻറ്റ് വരുന്ന രീതിക്ക് ഒന്ന് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ ഈ സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പ് എടുക്കുകയാണ്. അതെടുത്ത് ഈ സംഭാവന രസീത് എന്നുള്ളതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സ്ക്വയറായിട്ട് വരയ്ക്കുകയാണ്. അത് വരച്ചതിന് ശേഷം ആ മൂലയിലുള്ള ഡോട്ട് പ്രസ് ചെയ്ത് ഫുള്ള് സെൻറ്ററിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് 2 സൈഡും ഒരേപോലെ കർവായി കിട്ടും. ഓക്കെ, അതിനുശേഷം കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ട് കൊടുത്തു, F7 അടിച്ച് ലെയർ എടുത്തു. അതിൽ പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം ഫോർഗ്രൗണ്ട് കളർ ഞാൻ അല്പം ഒന്ന് ഡാർക്ക് ഗ്രേ കൊടുക്കുകയാണ്. ഓക്കെ, ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എടുത്ത ഫോർഗ്രൗണ്ട് കളർ നമുക്കവിടെ കിട്ടും. Ctrl+D കൊടുത്ത് സെലക്ഷൻ കളയാം. അതിനുശേഷം ആ റെക്റ്റാങ്കിൾ ഷേപ്പിനെ കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ നമ്മൾ ഈ വരച്ച ഷേപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ അടിയിലാണ് സംഭാവന രസീത് എന്നുള്ളത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് തന്നെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ലെയർ 1 ഈ മുകളിലുള്ള ഷേപ്പും അതിന് താഴെയായിട്ട് നമ്മുടെ ആ സംഭാവന രസീത് എന്നുള്ള എഴുത്ത് കിടക്കുന്നതും കാണാം. അപ്പോൾ ആ സംഭാവന രസീത് എന്നുള്ള എഴുത്ത് നമ്മൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ സെലക്ഷനായി. അതിനുശേഷം വലിച്ച് ഏറ്റവും മുകളിലേക്ക് കൊണ്ടിടാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു എഴുത്തിനെ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+Shift പ്രസ് ചെയ്തുകൊണ്ട് ബ്രാക്കറ്റ് റൈറ്റ് സൈഡ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ എഴുത്ത് ഏറ്റവും മുകളിലേക്ക് വരുന്നതാണ്. കണ്ടില്ലേ? ഇവിടെ ഏറ്റവും മുകളിലേക്ക് വന്നത്. ഇപ്പോൾ ഇനി അതിനെ നമ്മൾ ഇങ്ങനെ സെൻറ്ററിലേക്ക് കൊണ്ടുവച്ചു. ഇപ്പോൾ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റാണ് കിടക്കുന്നത്. വൈറ്റ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആ വൈറ്റ് കളർ നമുക്ക് കിട്ടും. ഫോർഗ്രൗണ്ട് കളറിന് ആൾട്ട് പ്രസ് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറിന് കൺട്രോൾ പ്രസ് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഷേപ്പിൻ്റെ അതേ അളവിൽ തന്നെ ഇപ്പുറത്ത് കൗണ്ടർ ഫോയിലിൽ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇത്രയും സാധനങ്ങൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നു. കണ്ടില്ലേ? ഇത്രയും സാധനങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എത്രയും സെലക്ഷൻ ഉണ്ടായിരുന്ന അത്രയും സാധനങ്ങൾ നമുക്ക് ഇപ്പുറത്തേക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഉള്ളതിൻ്റെ അത്രയും വലിപ്പം കൗണ്ടർ ഫോയിലിൽ വേണ്ടാത്തത് കൊണ്ട് ആദ്യം നമുക്കിവിടെ ഇതൊന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം.
സൈസ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഓക്കെ, സെലക്ഷൻ കളഞ്ഞു. അതിനുശേഷം നമുക്ക് ഇതേ അളവിൽ തന്നെയാണ് ഇവിടെയും വേണ്ടത്. ഇതേ അളവിൽ ഇവിടെ വേണം. അപ്പോൾ നമുക്ക് കൗണ്ടർ ഫോയിൽ വേണ്ടതുകൊണ്ട് നമുക്ക് സ്ക്വയർ എടുത്ത് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഇതേ ഒരു അളവിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ കറക്റ്റ് അതേ അളവിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ വേറൊരു വഴിയുള്ളത് മൂവ് ടൂൾ ഉപയോഗിച്ച് ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഷേപ്പിനെ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നീക്കി വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ ജെ കൊടുത്തുകൊണ്ട് അതിനൊരു കോപ്പി എടുത്തിട്ട് അതിനെ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ നീക്കി വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ നീക്കി വെച്ചതിന് ശേഷം അപ്പോൾ ഇത്രയും നീളം വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും മാർക്ക് ടൂൾ ഉപയോഗിച്ച് ഇത്രയും ഭാഗം ഞാൻ ഈ സെലക്ഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് ഇത്രയും ഭാഗം ഇവിടെ ഉണ്ട്. അതിനെ മൂവ് ടൂൾ ഉപയോഗിച്ച് നീക്കി ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു ലൈൻ കണക്കാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു അലൈൻമെൻറ്റ് എപ്പോഴും കറക്റ്റായിട്ടിരിക്കും. ഇനി ഈ നമ്പർ, തീയതി എന്നുള്ള സാധനം നമുക്ക് അവിടേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ ലൈനിൽ അതേ നിരപ്പിൽ തന്നെ നമുക്ക് ആ ലെറ്ററിനെ കോപ്പി ഇപ്പുറത്തേക്ക് കിട്ടുന്നതാണ്. ആൾട്ട് പ്രസ് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അതേ നിരപ്പിൽ തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് കിട്ടും. ഓക്കെ, തീയതി എന്നുള്ളതിന് ഇത്രയും ഡോട്ട് വേണ്ട, ഞാൻ കുറച്ച് ഡോട്ട് അങ്ങ് ഒഴിവാക്കി. ഓക്കെ, നമ്പർ കൊടുക്കാനുള്ള സ്പേസും ഉണ്ട്, തീയതി എഴുതാനുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അത് മതി. സംഭാവന രസീത് എന്നുള്ളതിനും ഇപ്പോൾ ഞാൻ ഈ ഷേപ്പും സംഭാവന എന്നുള്ളത് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും കൂടി ഒരുമിച്ച് സെലക്ഷൻ കിട്ടും. അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോപ്പി അതേ ലെവലിൽ നമുക്ക് ഇപ്പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വലിപ്പം വേണ്ട. അപ്പോൾ ഇപ്പോൾ സെലക്ഷൻ രണ്ടിനും ഉണ്ട്, എഴുത്തിനും ഉണ്ട്, അതിൻ്റെ അടിയിലുള്ള ഷേപ്പിനും ഉണ്ട്. കൺട്രോൾ ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ ഒരുമിച്ച് അതിനെ ചെറുതാക്കാൻ കഴിയും. സംഭാവന രസീത് എന്നുള്ളത് ഒരുമിച്ച് ചെറുതാക്കി ഏകദേശം ആ ഒരു സെൻട്രലൈൻ തന്നെ ഞാൻ കൊടുത്തു. സെലക്ഷൻ കളഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു എഴുത്ത് കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതേ നിരപ്പിൽ തന്നെ ആ എഴുത്തും കിട്ടുന്നതാണ്. ഇപ്പുറത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഈ പക്കൽ നിന്നും രൂപ നന്ദിപുരം കൈപ്പറ്റിയിരിക്കുന്നു ഈ ഒരു സാധനം കൊണ്ടും വേണ്ട. അപ്പോൾ അതിൻ്റെ സൈസ് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി കൺട്രോൾ ടി കൊടുത്ത് ക്യാരക്ടർ മാപ്പ് എടുത്ത് ചെറുതാക്കിയാണ്. ഞാനിവിടെ ഒരു 13 കൊടുത്തിട്ടുള്ളൂ. കാരണം കൗണ്ടർ ഫോയിൽ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നതായതുകൊണ്ട് അതിന് നമുക്ക് ഒരു മിനിമം സൈസ് ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സൈസ് കണക്കാക്കി ഞാൻ ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇവിടെ നമുക്ക് ലൈനുകൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആളുടെ പേരും അഡ്രസ്സും എഴുതാനുള്ള ലൈൻ. ഓക്കെ, ആ ഒരു നിരപ്പിൽ അലൈൻമെൻറ്റ് കണക്കാക്കി അതും കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കിവിടെ രൂപയുടെ ചിഹ്നം കൊടുക്കണം. മാർക്ക് ടൂൾ ഉപയോഗിച്ച് റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ ഉപയോഗിച്ച് ഞാൻ ഈ ഒരു അലൈൻമെൻറ്റ് കണക്കാക്കി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇത്രയും നീളത്തിലൊരു ബോക്സ് വരച്ചു. അതിനുശേഷം F7 ലെയർ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് പുതിയ ലെയർ എടുക്കുകയോ അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് N പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുകയോ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഒരു ഡാർക്ക് കളർ ഉണ്ട്, ഫോർഗ്രൗണ്ട് കളറായിട്ട് ഒരു ഡാർക്ക് കളർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ കളർ ആ ബോക്സിന് കിട്ടും. കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളഞ്ഞു. നമുക്ക് എപ്പോഴും തുക നമ്മൾ പേന കൊണ്ട് എഴുതി കൊടുക്കുന്നതായതുകൊണ്ട് വൈറ്റ് കളറായിരിക്കണം ആ ബോക്സിന് വേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത് ആ ബോക്സിന് ഇപ്പോൾ ഫോർഗ്രൗണ്ട് കളർ ഡാർക്ക് കിടക്കുന്ന സ്ഥാനത്ത് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ടുള്ള വൈറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുക്കുക. ഇപ്പോൾ ആ ബോക്സ് വൈറ്റ് കളറായി. ഫോർഗ്രൗണ്ട് കളറായിട്ട് ഡാർക്ക് കളർ കിടന്ന സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്തപ്പോൾ വൈറ്റ് കളർ കിട്ടി. ഇനി ആ വൈറ്റ് ബോക്സിന് നമുക്കൊരു ചെറിയൊരു ലൈൻ സ്ട്രോക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ബോക്സ് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് നമുക്ക് FXൽ നിന്നും സ്ട്രോക്ക് കൊടുക്കാം. ഓക്കെ, സ്ട്രോക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിന് വൈറ്റ് കളർ ആയതുകൊണ്ട് ഒരു ഡാർക്ക് ഗ്രേ കളർ കൊടുത്തു. ഇവിടെ ഞാൻ ഔട്ട്സൈഡ് എന്നുള്ള പൊസിഷൻ അത് ഇൻസൈഡ് ആക്കി കൊടുക്കുകയാണ്. അതുപോലെ സൈസ് 10 എന്നുള്ള സ്ഥാനത്ത് ഞാനൊരു 5 കൊടുക്കുകയാണ്. ഓക്കെ, 5 കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഗ്രേ കളർ കൊടുത്ത സ്ഥാനത്ത് നമുക്ക് അല്പം ഒരു ഡാർക്ക് പച്ച കളർ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ഡാർക്ക് പച്ച കളർ കൊടുത്തു. പച്ച കളർ കൊടുത്ത് എന്തിനാണെന്നിപ്പോൾ പറയാം.
ഓക്കെ, പച്ച കളർ സ്ട്രോക്കാണ് ഞാൻ അതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇൻസൈഡ് കൊടുത്തു, സൈസ് 5 കൊടുത്തേക്കുന്നത്. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് രൂപയുടെ ചിഹ്നം നമുക്ക് അവിടെ കൊണ്ടുപോകാം. രൂപയുടെ ചിഹ്നം ഈ ബോക്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കൺട്രോൾ T കൊടുത്ത് അതിന് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തു. അതിനെ ചെറുതാക്കി ആ ബോക്സിനകത്ത് നിൽക്കുന്ന പരുവത്തിൽ ചെറുതാക്കി ഇവിടെ കൊണ്ട് വെച്ചു. ഓക്കെ, ഇത്രയും ചെറുതാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. സെലക്ഷൻ കളഞ്ഞു. ഇനി നമുക്ക് പച്ച കളർ കൊടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ആ ഒരു ബോക്സിനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ലെയർ 2 ബോക്സ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്നും റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ എടുത്തതിന് ശേഷം പുറത്ത് നിന്ന് ഡ്രാഗ് ചെയ്ത് ഇത്രയും ഭാഗം ഞാനത് സെലക്ഷൻ ചെയ്തു. ഓക്കെ, സെലക്ഷൻ ചെയ്തതിന് ശേഷം കളർ എടുക്കുകയാണ്. കളർ പാറ്റേൺ എടുത്ത് കളർ പിക്കറിൽ നിന്നും ഈ ഒരു പച്ച സ്ട്രോക്ക് കളർ ഞാൻ ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തു. ഇവിടെ കണ്ടില്ലേ, ആ പച്ച കളർ കിട്ടി. ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുത്തു. ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കൊടുത്തപ്പോൾ ആ ബോക്സിന് സ്ട്രോക്ക് അവിടെ നിൽപ്പുണ്ട്. അതേ കളറിൽ തന്നെ നമുക്ക് ആ ബോക്സിന് ഒരു കളർ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ D കൊടുത്ത് സെലക്ഷൻ കളഞ്ഞു. ഇനി നമ്മുടെ ആ രൂപയുടെ ചിഹ്നത്തിനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആ ബ്ലാക്ക് കളർ എനിക്ക് വെള്ളയാക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടും. കുറച്ചുകൂടി അറിയാൻ പറ്റുന്ന പരുവത്തിൽ വെള്ള ആക്കേണ്ടത് കൊണ്ട് ഞാൻ അതിനെ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്തു. അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ആ വൈറ്റ് കിട്ടി. കണ്ടില്ലേ, ഇപ്പോൾ ബ്ലാക്കിനേക്കാളും വൈറ്റ് ആണ് നമുക്ക് അവിടെ ചേരുന്നത് എന്ന് മനസ്സിലാകും. നമുക്ക് ഇതേ സാധനത്തിനെ നമുക്ക് ഇപ്പുറത്തും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രാഗ് ചെയ്ത് ഇത്രയും നമുക്ക് സെലക്ട് ചെയ്യാം. ഇത്രയും സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ആ ഷേപ്പും രൂപയുടെ ചിഹ്നവും മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു ബോക്സും കൂടി ഉൾപ്പെടെ സെലക്ഷൻ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആ സെലക്ഷൻ കളയണം. കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ലെയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ലെയറിലെ സെലക്ഷൻ പോയി. ഇപ്പോൾ ഇതിൽ മാത്രമേ നമുക്ക് സെലക്ഷൻ ഉള്ളൂ. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതേ ലെവലിൽ നമുക്കിവിടെ വരും. കണ്ടില്ലേ, അതേ അലൈൻമെൻറ്റിൽ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം കൗണ്ടർ ഫ്ലോയിൽ ഇത്രയും വലിപ്പം വേണ്ട എന്നുള്ളതുകൊണ്ട് കൺട്രോൾ T കൊടുത്ത് അല്പം ഒന്ന് ചെറുതാക്കി വെക്കുകയാണ്. അതിനുശേഷം ഇവിടേക്ക് നീക്കി ഈ ഒരു ലെഫ്റ്റ് അലൈൻമെൻറ്റ് കണക്കാക്കി കൊണ്ട് വച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിന് ഇത്രയും നീളം വേണ്ട. കാരണം ഇവിടെ തുക ഇപ്പുറത്ത് എഴുതുന്നത് പോലെ അത്രയും ഒരു വലിപ്പത്തിൽ ഇവിടെ എഴുതണ്ട. കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി എഴുതാം, കുഴപ്പമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ബോക്സിന് ഇത്രയും നീളം വേണ്ട. നമുക്ക് 2 വഴിയുണ്ട്. അതായത് ഈ ബോക്സിനെ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ T കൊടുത്ത് നമുക്കിങ്ങനെ നീക്കി വയ്ക്കാം. നീക്കി വയ്ക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആ ഒരു നമ്മൾ കൊടുത്തിരുന്ന പച്ച കളറും ഇങ്ങോട്ട് നീങ്ങി വരുന്നതായിട്ട് കാണാം. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു രൂപയുടെ ചിഹ്നത്തെ പിന്നെ അതിനകത്ത് നമ്മൾ വീണ്ടും അലൈൻ ചെയ്ത് വെക്കണം. അത് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ കൺട്രോൾ Z അടിച്ച് വീണ്ടും പഴയ കണക്കാക്കി അതിനുശേഷം ഇവിടെ നിന്ന് റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ എടുത്ത് എനിക്ക് ഇവിടെ ഇത്രത്തോളം വേണമോ അത് കഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് പുറത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. ഇത്രയും സെലക്ഷൻ ഉള്ള ഭാഗം എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് കൊടുത്തു. അത് പോയി. കൺട്രോൾ D അടിച്ച് സെലക്ഷൻ കളഞ്ഞു. കണ്ടില്ലേ, ഇത്രയും മതി. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റുന്നോ ആ രീതിക്ക് ചെയ്യാൻ നോക്കുക. മാക്സിമം ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മൂവ് ടൂൾ ഉപയോഗിച്ചു. ഈ പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ളത് കൂടി എനിക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഇപ്പുറത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈൻ കണക്കാക്കി ഒന്നുകൂടി ഇങ്ങോട്ട് നീക്കി ഒന്ന് അലൈൻമെൻറ്റ് കണക്കാക്കി വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് നമുക്ക് ഫോട്ടോ കൊണ്ടുവരണം. ഫോട്ടോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബോക്സിലേക്കാണ് ഫോട്ടോ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ആ ഒരു ബോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഫോട്ടോ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ഒരു ഫോട്ടോ നമ്മുടെ വർക്കിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ T കൊടുത്ത് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മൂല അകത്തേക്ക് വലിക്കുമ്പോഴത്തേക്ക് ഒരേപോലെ ആ ഫോട്ടോ ചെറുതാവും. അല്ലാതെ നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് ആ ഫോട്ടോയ്ക്ക് ഷേപ്പിൽ കണ്ടില്ലേ, ആ ഫോട്ടോയുടെ ഷേപ്പിൽ വ്യത്യാസം വരും. അപ്പോൾ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തതുകൊണ്ട് ഏതെങ്കിലും ഒരു കോർണർ നമ്മൾ അകത്തേക്ക് വലിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വലിക്കുമ്പോഴത്തേക്ക് ആ ഫോട്ടോ നീളവും വീതിയും ഒരേപോലെ തന്നെ വലുതാകുകയും ചെറുതാകുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിനകത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ഒരു ഫോട്ടോ നിർത്തേണ്ടത്. അപ്പോൾ നമ്മൾ
ഇങ്ങനെ കൊണ്ടുവന്ന് ആദ്യം ഒന്ന് അലൈൻ ചെയ്ത് വച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു. അതിനുശേഷം നമ്മളിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ആ ലെയറിനെ ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു. ഇപ്പോൾ ഈ ഫോട്ടോ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ആ ഒരു ബോക്സിനകത്തായിട്ടുണ്ട്. ഓക്കെ, അകത്തായി. ഇനി ഞാൻ എൻ്റേതായ രീതിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ തല കൂടി പുറത്ത് കിട്ടണം. നമുക്ക് ഇങ്ങനെ വച്ച് ചെയ്യാം, ഇങ്ങനെ വച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫോട്ടോ ഫുള്ളായിട്ട് കാണുന്ന രീതിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് വേണ്ടത്, ഞാൻ ഫോട്ടോ ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. ഇത്രയും കൊണ്ട് നിർത്തിയിട്ട് റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ ഉപയോഗിച്ച് വെളിയിൽ നിന്ന് ഇത്രയും ഭാഗം ഇങ്ങനെ ട്രാഗ് ചെയ്തു. തലയുടെ ഭാഗം മാത്രം ഇത്രയും ഞാനിങ്ങനെ ട്രാഗ് ചെയ്തതിന് ശേഷം കൺട്രോൾ സി കൊടുത്തു. കൺട്രോൾ ഷിഫ്റ്റ് വി കൊടുത്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് വി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ സെലക്ട് ചെയ്താലും പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതേ സ്ഥലത്ത് തന്നെ അത് പേസ്റ്റായി കിട്ടുന്നതുകൊണ്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് വി കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ സെലക്ഷൻ കളഞ്ഞു. അതിന് ശേഷം കൺട്രോൾ വി ആണ് കൊടുത്തത്. അതായത് ഈ പുറത്തുകൂടി, എൻ്റെ ഷോപ്പിന് പുറത്തുകൂടെ റോഡ് എപ്പോഴും വണ്ടികൾ പോകുന്നത് കൊണ്ട് ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതിൽ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനത് ഒന്നുകൂടെ പറയാം. അതായത് ഞാനിപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം സെലക്ഷൻ കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ വച്ചിട്ട് കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് കൊടുക്കുകയാണ്. പേസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സെലക്ട് ചെയ്ത ഭാഗം നമുക്ക് കിട്ടുന്നത് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ അതിനെ അവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ അലൈൻ ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമ്മളിപ്പോൾ ഇത്ര ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു. അതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് വി ആണ് ഞാൻ പ്രസ് ചെയ്യുന്നത്. കണ്ടില്ലേ? കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്തപ്പോൾ വെറും കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്യാതെ കൺട്രോൾ ഷിഫ്റ്റ് വി കൊടുത്ത് പേസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സാധനം എവിടെയാണോ ഉണ്ടായിരുന്നത് അതേ സ്ഥാനത്ത് തന്നെ അതിനെ പേസ്റ്റായി കിട്ടി. കണ്ടില്ലേ? ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത ഭാഗവും അതിന് താഴെയുള്ള ആ ഫോട്ടോയും കൂടി നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടി ഒന്ന് മുകളിലേക്കൊക്കെ വെച്ച് ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത്രയും ഒന്ന് അലൈൻ ചെയ്ത് വെച്ചു. ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്തേക്ക് ഒരു ഫോട്ടോ കൂടെ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ കീബോർഡിൽ ആ ലെയർ സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ലെയറിൽ മൗസ് വെച്ച് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ആ ലെയറിൽ സെലക്ട് ചെയ്യുകയോ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ശിവഗിരിയുടെ ഈ ഒരു ഫോട്ടോ കൂടെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് ഇപ്പോൾ അതിനകത്ത് കൊണ്ടുവച്ചു. കറക്റ്റ് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നത് കൊണ്ട് അതിനകത്ത് തന്നെ കിട്ടി. കൺട്രോൾ ടി കൊടുത്ത് സെലക്ട് ചെയ്തു. ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ച് ചെറുതാക്കി കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ട് ഇത്രയും കൊണ്ടുവച്ചു. ഇപ്പോൾ ഫോട്ടോയും ആ ശിവഗിരി മഠത്തിൻ്റെ ഫോട്ടോയും രണ്ടും അതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സെലക്ഷൻ കളഞ്ഞു. നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വലത്തോട്ടൊക്കെ അലൈൻ ചെയ്തൊക്കെ വയ്ക്കാം. മതി എന്ന് തോന്നിയാൽ അത് മതി. ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഇത്ര ഭാഗം സെലക്ട് ചെയ്ത ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ നീക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നീക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ലെയർ സെലക്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ലെയറും കൂടി ക്ലിക്ക് ചെയ്ത് നീക്കാം. അപ്പോൾ രണ്ടും ഒരുമിച്ച് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ ലെയർ 4 സെലക്ട് ചെയ്തു, പിന്നീട് നമ്മൾ പേസ്റ്റ് ചെയ്ത ഭാഗത്തിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ലിങ്ക് കൊടുത്തിരുന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് ലിങ്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടി പിന്നെ എപ്പോഴും നീക്കിയാലും നമുക്ക് ഒരുമിച്ച് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ഇടതൊട്ട് നീക്കി വെച്ചു. ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ ഒന്നുകൂടി ഒന്ന് മുകളിലേക്ക് അലൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വർക്ക് ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഡിസൈൻ കൂടി കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ എടുത്തിട്ടുള്ള എലമെൻസിൽ നിന്നും നമുക്ക് ഈ ഒരു ഡിസൈൻ കൂടി ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, കൊണ്ടുവന്ന് നമ്മളിവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പോൾ അതിൽ കൊണ്ടുവച്ച് ഇപ്പോൾ ഈ ഒരു ബോക്സിനകത്താണ് ആ ഡിസൈൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഡ്രാഗ് ചെയ്ത് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ആ ഒരു ഡിസൈൻ നമ്മളിവിടെ സെൻറ്ററായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. വച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. SNDP ആയതുകൊണ്ട് ഒരു മഞ്ഞ കളർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു.
വിൻഡോസിൽ നിന്നും F6 എടുത്ത് കളർ എടുത്ത് അതിൽ സ്വാച്ചസിൽ നിന്നും ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു യെല്ലോ കളർ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഫോർഗ്രൗണ്ട് കളറായ മഞ്ഞ ആൾട്ട് പ്രസ് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുകയാണ്. ആ മഞ്ഞ കളർ ഇവിടെ കൊടുത്തു. മഞ്ഞ കളർ കൊടുത്ത് ഇപ്പോൾ ആ ഒരു SNDPയുടെ കളറായിട്ടുള്ള മഞ്ഞ കളർ കിട്ടിയിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം ഇനി ഈ ബോക്സ് നമുക്ക് വെള്ള കളറാണ് ആക്കേണ്ടത്. അതായത് ഇതിൽ പേന കൊണ്ട് എഴുതുമ്പോൾ തെളിഞ്ഞ് നല്ലപോലെ കാണാൻ വേണ്ടിയിട്ട് ബോക്സ് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ വൈറ്റ് ആയതുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്തു. ഇപ്പോൾ ആ ബോക്സ് വെള്ള കളറായി. അതുപോലെ തന്നെ ഇപ്പുറത്തെ ബോക്സും സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഈ സംഭാവന രസീത് എന്നുള്ളതിൻ്റെ ആ അടിയിലുള്ള ആ ഷേപ്പ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ആ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു കാവി പോലത്തെ ഒരു കളർ കൊടുക്കുകയാണ്, ഒരു ഡാർക്ക് ഓറഞ്ച് കളർ കൊടുക്കുകയാണ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ്. അതുപോലെ തന്നെ ഈ ഷേപ്പും റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ്. SNDP കിളിമാനൂർ ശാഖ എന്നുള്ളതിനെ എനിക്ക് രണ്ടിനും മഞ്ഞ കളർ കൊടുക്കണം. രണ്ടിനും മഞ്ഞ കളർ കൊടുക്കാൻ രണ്ട് രീതിക്ക് കൊടുക്കാം. ഒന്ന് SNDP എന്നുള്ള സെലക്ട് ചെയ്ത് എനിക്ക് ചുവപ്പ് കളറാണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടിനും SNDP എന്നുള്ളതിനും കിളിമാനൂർ ശാഖ എന്നുള്ളതിനും എനിക്ക് ചുവപ്പ് കളർ കൊടുക്കണം. അപ്പോൾ SNDP സെലക്ട് ചെയ്തു സ്വാച്ചസിൽ ഞാൻ റെഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ റെഡ് കിട്ടും. അതുപോലെ കിളിമാനൂർ ശാഖ സെലക്ട് ചെയ്തു റെഡ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് റെഡ് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ എനിക്ക് ഒരുമിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇത് രണ്ടും കൂടി ഞാൻ സെലക്ട് ചെയ്തു. രണ്ട് കളറും കൂടെ SNDP കിളിമാനൂർ ശാഖ എന്നുള്ള രണ്ടും കൂടി ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം സ്വാച്ചസിൽ റെഡ് കൊടുക്കുമ്പോഴത്തേക്ക് രണ്ടിനും ഒരുമിച്ച് റെഡ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും SNDP കിളിമാനൂർ ശാഖ എന്നുള്ളതിന് രണ്ടിനും റെഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് സെലക്ഷൻ ചെയ്തതിന് ശേഷം അപ്പോൾ രണ്ടിനും ഒരുമിച്ച് റെഡ് കളർ കിട്ടി. അപ്പോൾ അതിന് രണ്ടിനും റെഡ് കളർ നമ്മൾ കൊടുത്തത് കൊണ്ട് ഈ സംഭാവന രസീത് എന്നുള്ളതിൻ്റെ ആ ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് കളർ അവിടെ ചേരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ അതിനെ സെലക്ട് ചെയ്തു. ആ ലെയറിനെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഞാൻ ഫോർഗ്രൗണ്ട് കളറ് ഞാനൊരു പച്ച ഷെയ്ഡ് വരുന്നൊരു കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളർ ഞാനിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ, അപ്പോൾ ആ ഒരു കളർ സെലക്ട് ചെയ്തു. ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പുറത്തും ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർഗ്രൗണ്ട് കളർ കൊടുക്കാനുള്ളത് കൊണ്ട് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈൻ നമുക്ക് ഇനി അങ്ങ് കളയാം. അപ്പോൾ അതിനെ ഡ്രാഗ് ചെയ്ത് റൂളറിലേക്ക് കൊണ്ടിട്ടതിന് ശേഷം ഇവിടെ നമുക്കൊരു ഡിസൈൻ കൂടെ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ എടുത്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇത്രയും ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ലെയർ എടുത്ത് പുതിയ ലെയർ എടുക്കാം, അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് N പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ പുതിയൊരു ലെയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഓറഞ്ച് കളറായിരിക്കും ചേരുന്നത്. അപ്പോൾ ഓറഞ്ച് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് 0, യെല്ലോ 100 കൊടുത്തതിന് ശേഷം മജന്ത നമുക്കൊരു 15ഓ 20ഓ ഒക്കെ കൊടുത്താൽ മതിയാവും. സിയാനും 0 കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു ഓറഞ്ച് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 20 കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഓറഞ്ച് കളർ ഡാർക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് നമുക്ക് അവിടെ ഒരു കളർ കൊടുക്കാം. ആൾട്ട് ഡിലീറ്റ് കൊടുത്ത കളർ കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലുള്ള ആ ഷേപ്പ് അത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഒരു ഐവറി കളർ ചന്ദന കളർ സെലക്ട് ചെയ്ത് അവിടെ ചന്ദന കളർ കൊടുത്തു. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചന്ദന കളർ കൊടുത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടിയിലുള്ള ആ ഒരു ഓറഞ്ച് കളറിനെ അല്പം കൂടി ഒന്ന് ഡാർക്ക് ആക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ഓറഞ്ച് കളർ നേരത്തെ കൊടുത്തത് 100, 20 സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഞാനൊരു 50 ആക്കി കൊടുക്കുന്നേ. അതിനുശേഷം ഓക്കെ കൊടുത്തു, ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്തു. ആണല്ലേ, ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആ കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് വെറും മഞ്ഞ ആയിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്നൊരു 100, 20 കൊടുത്ത് ഓറഞ്ച് ഷെയ്ഡും കൂടെ കൊടുത്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് N അടിച്ച് പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം ബ്രഷ് ടൂൾ ഷോർട്ട് കട്ട് B ഉപയോഗിച്ച് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത്
ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡും കിട്ടും, ഈ ഒരു ഭാഗത്ത് മഞ്ഞ ഷെയ്ഡും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തേക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ മൂവ് ടൂൾ ഉപയോഗിച്ചു നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു ഓറഞ്ച് ഷെയ്ഡിനെ Ctrl+J കൊടുത്തൊന്ന് കോപ്പി എടുത്തു. അതിനുശേഷം Ctrl+T കൊടുത്ത് സെലക്ഷൻ ഫ്രീ ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തു. മൗസിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫ്ലിപ്പ് ഹോറിസോണ്ടൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓറഞ്ച് കളർ ഇപ്പുറത്തേക്ക് വന്നു. സെലക്ഷൻ കളഞ്ഞിട്ടും സെലക്ഷൻ കളയാതെയും നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ അറ്റത്തേക്ക് കൊണ്ടുവയ്ക്കാൻ കഴിയും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കാൻ കഴിയും. അല്ലെങ്കിൽ സെലക്ഷൻ കളഞ്ഞതിന് ശേഷവും നമുക്കിങ്ങനെ നീക്കി ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവയ്ക്കാൻ കഴിയും. അല്ലാതെ നമുക്കൊരു വഴിയുള്ളത് Ctrl+A അടിച്ച് നമ്മൾ സെലക്ഷൻ ചെയ്തു, മൊത്തത്തിൽ സെലക്ഷൻ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് അലൈൻമെൻറ്റ് 3 ഉണ്ട്. അതിൽ നമ്മൾ ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേജിൻ്റെ ഏറ്റവും ലെഫ്റ്റിലേക്കായിട്ട് ആ ഒരു ലെയർ വരും. Ctrl+D അടിച്ച് സെലക്ഷൻ ചെയ്തു, Ctrl+T അടിച്ച് ഞാൻ ഒന്നുകൂടി അതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഒന്ന് ചെറുതാക്കി വയ്ക്കുകയാണ്. ഓക്കെ, അത്ര ഭാഗത്ത് മതി എന്നുള്ളതുകൊണ്ട് കൊണ്ടുവച്ചു. സെലക്ഷൻ കളഞ്ഞു. ഇനി നമ്മളിവിടെ ആദ്യം ഒരു ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈൻ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഇപ്പം ഡാർക്ക് ഗ്രേ കളറാണ് കിടക്കുന്നത്, അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുത്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് കിടന്ന വൈറ്റ് കൊടുത്തു. വൈറ്റ് ചേരുന്നില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനിവിടെ ഒരു ബ്രൗൺ കളർ സെലക്ട് ചെയ്തു. ആ ബ്രൗൺ കളറോടെ കൊടുത്തപ്പോഴത്തേക്ക് അതൊരു ലൈൻ പോലെ തോന്നും എന്നുള്ളത് കൊണ്ട് ആ ലൈൻ ബ്രൗൺ കളർ മതി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പുറത്തെ ലൈനും ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രൗൺ കളർ കൊടുക്കുമ്പോഴത്തേക്ക് ആ ലൈനും ആ ഒരു കളർ കിട്ടുന്നതാണ്. നമ്മുടെ സംഭാവന രസീത് ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയിൽ നമുക്ക് നിർത്താതെ ഇനി SNDP കിളിമാനൂർ ശാഖ എന്നുള്ളതിന് കുറച്ചുകൂടി ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിന് റെഡ് ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ട് വൈറ്റ് സ്ട്രോക്ക് ആയിരിക്കും എപ്പോഴും അതിന് ചേരുന്നത്. അപ്പോൾ നമുക്ക് ലെയർ എടുത്തു, നമ്മൾ ആ SNDP എന്നുള്ളത് സെലക്ട് ചെയ്തു, അതിനുശേഷം FXൽ നിന്നും സ്ട്രോക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിവിടെ SNDP എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം Alt+L+Y+K ഷോർട്ട് കട്ട് അടിച്ച് നമുക്ക് ലെയർ സ്റ്റൈൽ പാറ്റേൺ എടുക്കാം. പാറ്റേൺ എടുത്തതിന് ശേഷം സ്ട്രോക്ക് സെലക്ട് ചെയ്തു, ഇവിടെ പച്ച മാറ്റി നമ്മൾ വെള്ള കൊടുക്കുകയാണ്. ഇൻസൈഡ് എന്നുള്ളത് മാറ്റി ഔട്ട്സൈഡ് കൊടുത്തു. അതിനുശേഷം സൈസ് ഒരു 8, 9 ഒക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത സ്ട്രോക്ക് നമുക്ക് കിളിമാനൂർ ശാഖ എന്നുള്ളതിനും കൊടുക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ Alt+L+Y+K അടിച്ച് സെലക്ഷൻ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ വേറൊരു വഴിയുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ SNDP എന്ന് കൊടുത്തതിനുള്ള ആ ഒരു എഫക്റ്റ് വൈറ്റ് സ്ട്രോക്ക് അതുപോലെ തന്നെ കിളിമാനൂർ ശാഖയ്ക്കും എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ SNDP എന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്തു, കീബോർഡിൽ Alt+L+Y+C എന്ന് വെച്ചാൽ കോപ്പി, ആ ലെയർ സ്റ്റൈൽ ഞാൻ കോപ്പി ചെയ്യണേ. Alt+L+Y+C കൊടുത്ത് കോപ്പി ചെയ്തു. അതിനുശേഷം കിളിമാനൂർ ശാഖ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യണം. ഇനി അതിലേക്ക് എനിക്ക് ആ പേസ്റ്റാണ് ചെയ്യാനുള്ളത്, ആ സ്റ്റൈല് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ Alt+L+Y+P പേസ്റ്റ് ചെയ്യാൻ വേണ്ടി P കൊടുക്കുമ്പോഴത്തേക്ക് Alt+L+Y+P കൊടുക്കുമ്പോൾ ആ ഒരു സ്ട്രോക്ക് അതേപോലെ തന്നെ കിളിമാനൂർ ശാഖ എന്നുള്ളതിനും കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സംഭാവന രസീത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ വർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.